ലോകത്ത് പട്ടിണിയേറിയ രാജ്യങ്ങളുടെ ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായി മാറിയത് സൊമാലിയ. ലോകത്തെ ആദ്യ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം സൗദി അറേബ്യ. ട്രംപിന്റെ പിന്തുണ ലഭിച്ച ഇന്ത്യൻ വംശജനായ ഒഹായോ ഗവർണർ വിവേക് രാമസ്വാമി. ഡിജിറ്റൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും യുകെയും ചേർന്ന് ആരംഭിച്ച പുതിയ പദ്ധതി ഇന്ത്യ UK കണക്ടിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ സെന്റർ. ലോകത്തെ ഖനനം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രങ്ങളിലൊന്നായ ഫ്ലോറന്റൈൻ വജ്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് കാനഡയിലെ ക്യൂബക്കിൽ. COP30 വേദിയാകുന്നത് ബ്രസീലിലെ ബെലം. 2025 നവംബറിൽ ഉഷ്ണമേഖലാ വനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രസീലിന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച ആഗോള സഹായനിധിയിൽ ഇന്ത്യ അംഗമായ പദ്ധതി TFFF ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് 2025 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നഗരം പെറുവിലെ ലിമ. 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത്. ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. സ്ഥാനമൊഴിയുന്ന ജസ്റ്റിസ് BR ഗവായി. ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാവില്ല എന്ന് പ്രസ്താവിച്ച കോടതി മദ്രാസ് ഹൈക്കോടതി. സർക്കാരിനെ വിമർശിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനാവില്ല എന്ന് പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച MO24 എന്ന വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിടാൻ സാധിക്കുന്ന പുതിയ നെൽവിത്തിനം ആദ്യ. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായക സംഘം സുശക്തി. കേന്ദ്ര സർക്കാരിന്റെ അധിക വിഹിതം ലഭിച്ച ലോകബാങ്ക് സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി സ്റ്റാർസ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. കേരള ശിശുക്ഷേമ സമിതി പുറത്തിറക്കുന്ന ശിശുദിന സ്റ്റാമ്പിൽ സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്ന വിഷയത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം വരച്ച സ്കൂൾ വിദ്യാർത്ഥിനി വൈഗ. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 48ാമത് ചെറുകാട് പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 31ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഏഷ്യൻ സിനിമകളുടെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം വിക്ടോറിയ. ഹുറൂൺ ഇന്ത്യ പുറത്തിറക്കിയ ജീവകാരുണ്യ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ശിവ നാടാർ, HCL ടെക്നോളജി സ്ഥാപകൻ. 2025 നവംബറിൽ മരണപ്പെട്ട മുൻ എക്സൈസ് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തി രഘു ചന്ദ്രപാൽ. 2025 നവംബറിൽ പര്യവസാനിച്ച ഇന്ത്യ-ഓസ്ട്രേലിയ T20 പര്യടനത്തിൽ പരമ്പര നേടിയത് ഇന്ത്യ. T20 ക്രിക്കറ്റിൽ വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായത് അഭിഷേക് ശർമ്മ.